നമസ്കാരം, എല്ലാവർക്കും കെ എസ് മെൻറ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കെ എസ് പ്രിലിംസിൻ്റെ ഫൈനൽ ആൻസർ കീ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് എന്തായിരിക്കും ഇനി പുതിയ കട്ട് ഓഫ് ഒക്കെ വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ ആൻസർ കീക്ക് ശേഷമുള്ള മാർക്ക് എത്രയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്തിരുന്നുള്ളത്. പേപ്പർ 1-ലാണെങ്കിൽ ഈ ഹിസ്റ്ററീൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോംബെ പ്ലാന്, അതുപോലെ തന്നെ ഈ മഹൽനോബിസ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ 15ാമത്തെ ക്വസ്റ്റ്യൻ ട്രീറ്റി ഓഫ് മാവേലിക്കര എന്നായിരുന്നു നേരത്തെ ആൻസർ ഉണ്ടായിരുന്നത്, അതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഡിലീറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് എന്താ സംഭവിക്കുക? നേരത്തെ നമ്മൾ ശരിയാക്കിയതാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് 1 മാർക്ക് കുറയും അല്ലേ? ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വീതം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഇത് ശരിയാക്കിയതാണ് എങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ഇതിനകത്തുനിന്ന് കുറയും. അതായത് നിങ്ങൾക്ക് നേരത്തെയുള്ള മാർക്കിൽ നിന്ന് 1 മാർക്ക് കുറയും. നിങ്ങൾ തെറ്റിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമാണ്. കാരണം ആ തെറ്റിന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു 0.33 മാർക്ക് ഉണ്ടാവില്ലേ, അത് നിങ്ങൾക്ക് കൂടി കിട്ടും. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് കാണാം. നിങ്ങൾ തെറ്റിച്ചതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 0.33 മാർക്ക് ലാഭമായേനെ എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ആലുവ റിലീജിയസ് കോൺഫറൻസിൻ്റെ കാര്യം നേരത്തെ ശ്രീനാരായണ ഗുരുവായിരുന്നു ആൻസർ ഉണ്ടായിരുന്നത്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു 1 മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. കാരണം എല്ലാവരും ശ്രീനാരായണ ഗുരു എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അതും ഡിലീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. പേപ്പർ 1 നോക്കിക്കഴിഞ്ഞാൽ 6 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1 ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. 6 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു, ഒരെണ്ണത്തിൻ്റെ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻസർ ചേഞ്ച് വന്നത് 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ എ ആണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് ബി ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 84ാമത്തെ ക്വസ്റ്റ്യൻ മാത്സിൻ്റെ ഭാഗത്ത് നിന്ന്, അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തെറ്റായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 91ാമത്തെ ക്വസ്റ്റ്യൻ എപ്പേറോജൻസ്, ഇതും അതുപോലെ തന്നെയാണ്, തെറ്റായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേപ്പർ 2-ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ഡിലീറ്റ് ചെയ്തേക്കുന്നത് 5 ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ആൻസർ ചേഞ്ച് വന്നേക്കുന്നത് 4 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 4 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചേഞ്ച് വന്നേക്കുന്നത്, 5 ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റ് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 11 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അതുപോലെ തന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ഏറ്റവും കൂടുതൽ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നേരത്തെ രാജസ്ഥാൻ എന്നാണ് പറഞ്ഞതെങ്കിലും ഇപ്പം ആൻസർ കീ മാറി വന്നിട്ട് ഗുജറാത്ത് എന്നായിട്ടുണ്ട്. ഓപ്ഷൻ ബി ആയിട്ടുണ്ട്. അതുപോലെ 10ാമത്തെ ക്വസ്റ്റ്യനിലും ആൻസറിൻ്റെ ചേഞ്ച് വന്നിട്ടുണ്ട്. നേരത്തെ ബി ആയിരുന്ന ആൻസർ എങ്കിൽ അത് സി ആയിട്ടുണ്ട്. അതുപോലെ അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഓക്കെ, നേരത്തെ ഓൾ ഓഫ് ദ എബോവ് എന്തായിരുന്നു ആൻസർ ഉണ്ടായിരുന്നത്, അത് മാറിയിട്ടുണ്ട്. അതുപോലെ 23ാമത്തെ ക്വസ്റ്റ്യനും മാറിയിട്ടുണ്ട്. കേരള കോപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാർജസ്റ്റ് സോളാർ പാർക്ക് ഏതാണ്, നമ്മൾ നേരത്തെ പേപ്പർ 1-ൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പേപ്പർ 2-ലും അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ 45ാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ ഡി ആണ് ആൻസർ ഉണ്ടായിരുന്നത്, ഇപ്പം അത് എ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇതെന്തിനാണ് ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഗ്രൗണ്ട് വാട്ടറിൽ സെലീനിയം കണ്ടാമിനേഷൻ ഉണ്ടാവില്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആൻസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 48ാമത്തെ ക്വസ്റ്റ്യൻ്റെ നാഷണൽ പാർക്കിൻ്റെ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് നേരെ സി ആണ് നേരത്തെ ഉണ്ടായിരുന്നത്, അതിപ്പം ബി ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയെക്കുറിച്ച് എന്ന അർത്ഥം വരുന്ന, ഭൂമിയെ സംബന്ധിച്ചെന്ന് അർത്ഥം വരുന്ന മലയാളത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ പലരും ഭൗമികമാണോ ഭൗമമാണോ എന്ന് പറഞ്ഞ് തർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് തന്നെ ആയിരിക്കണം, ആ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 11 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ക്വസ്റ്റ്യനും ഇപ്പോൾ ഒരാൾ എഴുതിയ 11 ക്വസ്റ്റ്യനും നേരത്തെ ശരിയായിരുന്ന 11 ക്വസ്റ്റ്യനും ഡിലീറ്റ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾക്കൊരു 11 മാർക്ക് നഷ്ടപ്പെടും അവിടെ. ഓക്കെ, 11 മാർക്ക് അവിടെ നഷ്ടപ്പെടും. ഇനി ആൻസർ ചേഞ്ച് വന്നതും മൊത്തത്തിൽ മാറിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അയാൾക്ക് എന്ത് പറ്റും? ഈ 5 ക്വസ്റ്റ്യനും 1 മാർക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും? അതിൻ്റെ നെഗറ്റീവ് മാർക്കായിട്ടുള്ള 0.33യും നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ 5 × 1.33 എന്ന് വരും. ഏകദേശം 6.65 മാർക്ക്
അവിടെയും നഷ്ടപ്പെടും. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 17.65 17.65 എന്ന് പറയുന്ന ഒരു മാർക്ക് ഇത് മൊത്തം തെറ്റായിട്ട് വരുവാണെങ്കിൽ നഷ്ടപ്പെട്ടേനെ. ഓക്കെ, പക്ഷെ അത്രയൊന്നും വരില്ല. ഒരു ആവറേജ് നമുക്ക് വേണമെങ്കിൽ ഒരു 8 മാർക്കൊക്കെ ചേഞ്ച് വരാനുള്ളൊരു സാധ്യതയുണ്ട് എല്ലാവർക്കും സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വരുവാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന നമ്മളൊരു 90-95 റേഞ്ചൊക്കെ ആയിരുന്നു കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഏകദേശം കുറച്ചൊന്നും താഴേക്ക് വരും. അപ്പോൾ സ്ട്രീം 1കാർക്കാണെങ്കിൽ ഏകദേശം ഒരു 85-88 റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം ഈ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക, പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ സ്ട്രീം 2കാരാണെങ്കിലും നിങ്ങളൊരു 75+ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പഠിച്ചു തുടങ്ങുക. അതുപോലെ സ്ട്രീം 3 ആണെങ്കിലും ഒരു 70+ ഒക്കെ ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക, സമയം കളയാനില്ല. അപ്പോൾ KSൻ്റെ ബാച്ച് ഓൾറെഡി KS മെൻ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മെയിൻസിൻ്റെത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ സെക്രട്ടറി ടെസ്റ്റിൻ്റെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്, 9th ജൂണിൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം പേപ്പർ 1ഉം പേപ്പർ 2 ഒക്കെ ഉള്ളതാണ്. അപ്പോൾ പേപ്പർ 2 ഒരു റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്നൊരു സെഷനും കൂടി ആയിരിക്കും. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ സെക്രട്ടറി ടെസ്റ്റിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഡിഗ്രി പ്രിലിംസ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകളിൽ ഏകദേശം 4000-ഓളം വേക്കൻസിയാണ് വരാൻ പോകുന്നത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ താങ്ക്